അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറിനുള്ള വെള്ളം വേഗം അങ്ങ് വെച്ചതാണ് കേട്ടോ. ചോറിന് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോ പണികൾ അങ്ങനെ നമുക്ക് വേറെ വേറെ എടുക്കാമല്ലോ. അതവിടെ നിന്ന് അങ്ങനെ തിളച്ചോളൂ. അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മീൻ കൊണ്ടുവന്നിക്കേ. അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ ഇതാ ഈ ഒരു മീനില്ലേ, ആന ചവിട്ടി എന്നാണ് നമ്മളിവിടെ പറയുക. ആന ചവിട്ടി, സീഡി മീൻ, അതുപോലെ തന്നെ മോടം മുള്ള, അങ്ങനെയൊക്കെ പറയൂ കേട്ടോ നമ്മളിവിടെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയാമെന്നൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മീൻ. എന്താ നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ കേട്ടോ, കറി വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ പൊരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ. ഈ ഒരു മീൻ പൊരിച്ചിട്ട് അതുപോലെ തന്നെ അതിൻ്റെ പരം പുട്ടും കൂട്ടി തിന്നാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. ശരിക്കും നമ്മൾ അയില പൊരിച്ചതും പുട്ടും കഴിക്കില്ലേ, അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ വരിക. അപ്പോൾ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക്. ഈ ഒരു മീനിൻ്റെ അപ്പുറം തന്നെ ഞാൻ മാന്തേ അതുപോലെ തന്നെ 2-3 മത്തി എടുത്തി കിട്ടോ. അപ്പോൾ തന്നെ മാന്ത ഞാൻ മുളകിടാൻ പോവുകയാണ്. അതുപോലെ തന്നെ മത്തി എന്താ അതിൻ്റെ അപ്പുറം തന്നെ 2-3 ഉള്ളൂ, അതൊന്ന് പൊരിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഇതാ അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് കേട്ടോ. ഞാൻ ആദ്യം തേങ്ങ അരച്ചട വെച്ചിട്ടുണ്ട് പച്ചക്കറിയിലേക്കാണ്. പിന്നെ മാന്തൾ മുളകിടാനാണ്. മാന്തൾ മുളകിട്ടാൽ നല്ല ടേസ്റ്റാണല്ലോ പച്ചക്കറിൻ്റെ ഒപ്പം കൂട്ടാൻ. സീഡി മീൻ പൊരിക്കാൻ നോക്കുക വിചാരിച്ചത്. സീഡി മീനും അതുപോലെ തന്നെ മത്തിയും എടുത്ത് പൊരിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചാൽ എനിക്ക് മീൻ മുറിക്കാൻ നിൽക്കാമല്ലോ. ഇതാണ് ഞാൻ അധിക ദിവസം ഞാൻ മീൻ മുറിക്കാൻ നിൽക്കൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ ഇവിടെ സെറ്റാക്കി വെക്കും, തേങ്ങ അരച്ചട വെക്കും, എന്നിട്ട് മീനും മുറിച്ചെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കറി വെക്കാൻ നിൽക്കൽ. എന്നാലും പെട്ടെന്ന് നമുക്ക് 2 അടുപ്പിലാക്കി എടുക്കാം കേട്ടോ, വേഗം. ചോറ് വേകുന്ന നേരം കൊണ്ട് ഇനിയിപ്പം മീനൊന്ന് മുറിച്ചെടുക്കണം. സീഡി മീൻ അതിനെ കൊണ്ട് പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ അതിൻ്റെ ഒരു പിന്നെ എന്താ 100 ഭാഗം ഒന്ന് പോക്കാനാണ് കുറച്ച് പണി കേട്ടോ. പിന്നെ മാന്തളും ഉണ്ട് മത്തിയും ഉണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഈ ഒരു സീഡി മീൻ്റെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ 100 പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മളിങ്ങനെ ഇതേപോലെ ഇങ്ങനെ പരണ്ടി പോക്കണം. ചില ടൈമിന് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതൊന്നും ഇങ്ങനെ പരണ്ടി പെട്ടെന്ന് കൂടി അങ്ങ് പോകുന്നില്ല. അപ്പോൾ നല്ലോണം ഒന്ന് കത്തി വെച്ച് ഇങ്ങനെ പരണ്ടുന്ന സമയത്ത് തന്നെ അത് നല്ലോണം ഇളകി ഇങ്ങ് പോരും. ഇത് പോക്കാനുള്ള എളുപ്പ വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. ഞാൻ ആദ്യം വിചാരിച്ച ചെറുനാരങ്ങ ഉരച്ചിട്ടാൽ അതങ്ങ് ഇളകി പോകുന്ന കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ ഇല്ലായിരുന്നു. കുറേയൊക്കെ പോയി കിട്ടി കേട്ടോ. അതേപോലെ അരച്ചേരം കുറേയൊക്കെ അങ്ങ് പോയി കിട്ടിക്ക്. ഞാൻ വീഡിയോ ഇടുന്നതെന്നല്ലാണ്ട് വ്യൂസ് നന്ന കുറവാട്ടോ. എന്താണെന്നറിയില്ല, ഇന്നലത്തെ വീഡിയോ ഒക്കെ ആകെ 50 വ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേ എനിക്ക് 1000 അതുപോലെ തന്നെ 2000 ഒക്കെ മീൻ മുറിക്കുന്ന വീഡിയോക്ക് നല്ലോണം റീച്ച് കിട്ടിയത്. അതിന് പെട്ടെന്ന് എന്താ സ്റ്റക്കായി പോയെന്ന് എനിക്കറിയില്ല. അതൊക്കെ ആർക്കുണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം? എനിക്ക് മാത്രമാണോ, അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്നൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ മേലുള്ള ഈ 100 ആ 100 സംഭവങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഉരച്ച് പോകുകയുണ്ട്. ഇതാ ഈ ഒരു 100 പോലത്തെ സംഭവം അല്ലേ, അത് ഒന്ന് നല്ലോണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള ആ എന്താ പൂവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കട്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുങ്ങനെ പൊട്ട് പോലെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് പരണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു സൈഡിലത്തെ ചെറിയ കുഞ്ഞി എന്താ ഒരു പൂ പോലത്തെ സംഭവമുണ്ട്, അതൊക്കെ ഒന്ന് കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വാലും ഭാഗവും ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തലഭാഗം ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് കട്ടാക്കി കൊടുക്കണം.
ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. ഈ ഒരു മീൻ കട്ട് ചെയ്യാൻ വാലും ഭാഗവും ഇതേപോലെ ഈ ഒരു തലഭാഗം ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു മീൻ ക്ലീനായി കേട്ടോ. പിന്നെ ആ കുടലിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ വലിച്ചു കളയുന്നുണ്ട് ഞാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മീൻ പൂച്ചക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ എന്താ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു വന്ന് ഇടങ്ങാറാക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തുള്ള ഈ 2 ചെളുക്കയില്ലേ അതും കൂടി ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതാ പെട്ടെന്ന് കഴിഞ്ഞില്ലേ മീൻ കട്ടിങ്. ഈ ഒരു എന്താ ആന ചവിട്ടി എന്ന് പറയുന്നൊരു ചിരി വരുന്നില്ല. അപ്പോൾ CD മീൻ വേറെ എന്താ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയുന്ന പേരാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ വരട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പൊരിക്കാനാണല്ലോ. ഇതിപ്പോൾ ഞാൻ 2 കഷ്ണാക്കി പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ മുഴുവനായിട്ടും വരട്ട് കൊടുക്കുക. അധികം മുള്ളൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ. നമ്മൾ അയില പോലെ തന്നെ അധികം മുള്ളൊന്നും ഇല്ലാത്തൊരു മീനാണ്. അപ്പോൾ ഇതിങ്ങനെ വരട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി മസാലയൊക്കെ തേച്ച് പൊരിച്ചൊക്കെ പുട്ടിനൊക്കെ കൂട്ടി അടിക്കുമ്പോൾ ഒന്നും പറയണ്ട, അടിപൊളിയാണ്. അപ്പോൾ ഇതാ 2 കഷ്ണാക്കിയിട്ട് 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മറ്റേ CD മുള്ളൻ ഞാനിപ്പം കാണിക്കുന്നില്ല. അതിൽ ഞാൻ മാന്തൾ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. മറ്റേത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ മാന്തൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ആ തൊലി ഭാഗം അങ്ങനെ ഇളകി വരും. കത്രിക കൊണ്ട് അങ്ങനെ ആക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴിയും കേട്ടോ നമ്മളെ മാന്തൾ ഉരിക്കാൻ. എന്നിട്ട് ഈ വയറ് ഭാഗം അങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കഴിഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ ഇങ്ങനെ കട്ടാക്കി കൊടുക്കുക. അപ്പോൾ അവിടെ ഈ കൈ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ തൊലി ഭാഗം ഇളകി പോരും കേട്ടോ. ഇതേപോലെ ചെയ്യുക. എന്നിട്ട് വലിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി ഭാഗം ഇളകി കിട്ടും. അപ്പോൾ മത്തി മുറിക്കുന്ന ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടൊന്ന് കട്ടാക്കി എടുക്കട്ടെ. എന്നിട്ടൊന്ന് കറി ചോറപ്പോഴത്തേക്ക് ഇതിൻ്റെ വെന്തിക്കുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയുമായി പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ.